ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാമ്പാർ പൊടിയും കായവും ഒന്നും ചേർക്കാതെ ഞാൻ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കീപ് വാച്ചിങ് ഗായ്സ്. സാമ്പാറിലേക്ക് ഞാൻ എടുത്ത വെജിറ്റബിൾസ് തക്കാളി, വെണ്ട, മത്തൻ, ഉരുളക്കിഴങ്ങ്, വലിയുള്ളി, പയർ, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഞാൻ ഉണ്ടാക്കുന്ന ഈ സാമ്പാറിൽ അധികം വേവില്ലാത്ത വെജിറ്റബിൾസ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഞാൻ എടുത്തത് മൈസൂർ പരിപ്പാണ്. ഈ ഓറഞ്ച് കളറുള്ള മൈസൂർ പരിപ്പിന് വേവ് കുറവാണ്, അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടാൽ മതി, വെന്തോളും. പിന്നെ സാധാ സാമ്പാർ പരിപ്പാണ് എടുക്കുന്നത് എങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം എടുത്താൽ മതി, അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്തോളും. പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിഴിഞ്ഞിട്ട് പുളിവെള്ളം എടുക്കണം. ഇനി നമുക്ക് കഴുകിയ മൈസൂർ പരിപ്പും കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കുക്കറിൽ ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി പുളിവെള്ളവും ചേർക്കുക. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉലുവയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനൊരു 5 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചത്. നിങ്ങളുടെ കുക്കറിൻ്റെ പാകമനുസരിച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വിസിലെല്ലാം പോയ ശേഷം ഓപ്പൺ ആക്കി നോക്കാം. ഇത് കണ്ടില്ലേ, എല്ലാം നല്ലപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് വരുത്തുന്ന വറവ് ചേർക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തത് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും, ഇത് വൈറ്റ് ഒനിയൻ ആട്ടോ, അതാ വെള്ള കളറിൽ നിൽക്കുന്നത്. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എടുത്തു. ഇനി നമുക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയി മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം വറവാക്കി വരാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായ ശേഷം ഉള്ളി ചേർക്കാം. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ വറവായ ശേഷം ഇതെല്ലാം നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ബാക്കി വെക്കണം. അതിൽ തന്നെ നമുക്ക് മല്ലിപ്പൊടി വറവാക്കിയെടുക്കാം. മല്ലിപ്പൊടി നല്ല പോലെ മൂപ്പിച്ച ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെ ഒന്ന് മിക്സ് ആക്കാം. ഞാനിങ്ങനെ അധിക ഡേയ്സിൽ ഈ ടൈപ്പ് സാമ്പാറാണ് ഉണ്ടാക്കൽ. ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്. സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വരും ചെയ്യും, പെട്ടെന്ന് റെഡിയായി കിട്ടും ചെയ്യും. സാധാ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു പണിയില്ലാണ്. നിങ്ങളും ഈ മെത്തേഡ് ട്രൈ ആക്കി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. സാമ്പാറിന് സെയിം ടേസ്റ്റാണ്, ഒരു പണിയില്ലല്ലോ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്നുണ്ടല്ലോ.
പിന്നെ ഞാൻ ഈ ചോറ് വിളമ്പിയത് കപ്സ പ്ലേറ്റിലാണ്, അതായത് 2 പേര് കഴിക്കുന്ന പ്ലേറ്റാണത്. വാഴയിലൊന്നുമില്ലല്ലോ. അപ്പോൾ കപ്സ പ്ലേറ്റിൽ ചോറും സാമ്പാറും പപ്പടമൊക്കെ കൂട്ടി അടിപൊളിയായിട്ടൊരു ഫുഡ് കഴിച്ച്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസ് നിങ്ങൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ അയക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ, അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.